ഭസ്മം ധരിക്കുന്നതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. പണ്ടൊക്കെ പഴമക്കാരൊക്കെ കുളി കഴിഞ്ഞ് വന്ന് നെറ്റിയിൽ ഭസ്മം തൊട്ടിട്ടാണ് അവർ പ്രാർത്ഥനയ്ക്കും മറ്റുമൊക്കെ ഇരുന്നിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ വീടുകളുടെയൊക്കെ ഫ്രണ്ടിലായിട്ട് ഒരു ഭസ്മം ഇടുന്നതിന് വേണ്ടിയിട്ട് ഒരു പാത്രം ഇങ്ങനെ തൂക്കിയിട്ടേക്കും. അതിൽ നിന്നും ഭസ്മം എടുത്ത് നെറ്റിയിലിടുന്നതൊക്കെ നമ്മൾ പഴയ സിനിമകളിലൊക്കെ കാണാറുണ്ടല്ലോ. ഈ ഭസ്മം നെറ്റിയിലിടുന്നത് വിശ്വാസപരമായിട്ട് മാത്രമല്ല ആരോഗ്യപരമായിട്ടും നല്ലതായിട്ടുള്ള ഒരു കാര്യമാണ്. സാധാരണ വിശുദ്ധ ഭസ്മം തയ്യാറാക്കുന്നത് ശിവരാത്രി നാളിൽ ചാണകം വരളി ഉമിയിൽ ചുട്ടെടുത്ത് ആ ഭസ്മം വെള്ളത്തിൽ കലക്കി അത് ഊറിയതിന് ശേഷം വീണ്ടും ഉണക്കി ശിവന് അഭിഷേകം ചെയ്തതിന് ശേഷമാണ് സാധാരണ നെറ്റിയിൽ ചാർത്താനായിട്ട് എടുത്തു കൊണ്ടുവരുന്നത്. ഇപ്പോൾ കിട്ടുന്ന ഭസ്മം എങ്ങനെയാണ് എന്ന് നമുക്കൊന്നും അറിയത്തില്ല. വ്യാവസായികമായിട്ടൊക്കെ തയ്യാറാക്കുന്നതാണല്ലോ. അതുപോലെ തന്നെ ഔഷധ ചെടികളും ശുദ്ധ പശുവിൽ നെയ്യും ഹോമകുണ്ഡത്തിൽ ഹവനം ചെയ്തതിന് ശേഷം അതിൻ്റെ വരുന്ന ഭസ്മവും വിശുദ്ധ ഭസ്മമായിട്ട് നമ്മൾ നെറ്റിയിലേക്ക് ചാർത്താറുണ്ട്. ഈ ഭസ്മം കഴുത്തിലും നെറ്റിയിൽ മാത്രമല്ല നമ്മൾ കഴുത്ത്, തോള്, മുട്ട് എന്നിവിടങ്ങളിലൊക്കെ സാധാരണയായിട്ട് ഇടുന്നത് കണ്ടിട്ടില്ലേ പണ്ടുള്ള ആൾക്കാരൊക്കെ. അപ്പം അതിൻ്റെ മറ്റു ചില ഫലങ്ങളും കൂടെ ഉണ്ട് കേട്ടോ. അതിനെപ്പറ്റിയാണ് പറയുന്നത്. ഈ വിശ്വാസത്തിൻ്റെ മാത്രമല്ല ശരീരത്തിന് പ്രയോജനം കൂടെ അത് നൽകുന്നുണ്ട്. നെറുകയിൽ ഭസ്മം ധരിച്ചാൽ അവിടുത്തെ നീർക്കെട്ട് മുഴുവൻ അത് വലിച്ചെടുക്കുമെന്നാണ്. എന്നാൽ ശരീരത്തിൻ്റെ മറ്റു ഭാഗങ്ങളിൽ ഭസ്മധാരണത്തിന് അതുപോലെ തന്നെ ഗുണഫലങ്ങളുണ്ട്. ഏറ്റവും കൂടുതൽ നീരിറക്കത്തിന് സാധ്യതയുള്ള സ്ഥലമാണ് പിൻകഴുത്ത്. അതുകൊണ്ട് തന്നെ അവിടെ ഭസ്മം പൂശുന്നത് നീരിറക്കം തടയും. ശരീരത്തിലെ 72,000 നാഡികൾ ഒത്തുചേരുന്ന മർമ്മസ്ഥാനമാണ് കാതുകൾ. ഓരോ നാഡിയിലും നീർക്കെട്ടിലും മറ്റും ഉണ്ടാകാൻ സാധ്യത കൂടുതലാണ്. ഇതൊക്കെ വാദത്തിന് വഴിതെളിക്കും. ഇങ്ങനെ ഭസ്മം ധരിക്കുന്നത് എവിടെയായാലും അത് അതാത് സ്ഥലങ്ങളിലെ അമിതമായ ഈർപ്പത്തെ വലിച്ചെടുക്കും. ചില സമയത്ത് നനച്ച ഭസ്മവും നനയ്ക്കാതെയും നമ്മൾ ഭസ്മം ധരിക്കണമെന്ന് പറയാറുണ്ടല്ലോ. നനയ്ക്കാത്ത ഭസ്മത്തിന് അണുക്കളെ നശിപ്പിക്കാനുള്ള കഴിവാണ്. നനച്ച ഭസ്മത്തിന് ശരീരത്തിലുണ്ടാകുന്ന അമിത ഈർപ്പത്തെ വലിച്ചെടുക്കാനുള്ള കഴിവുമുണ്ട്. കുളി കഴിഞ്ഞതിന് ശേഷം നമ്മൾ നനഞ്ഞ് ഭസ്മം ധരിക്കുന്നത് നീർക്കെട്ടൊക്കെ ഒഴിവാക്കുന്നതിന് നല്ലതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു. ഭസ്മം ധരിക്കുമ്പോൾ ചൊല്ലേണ്ട മന്ത്രം ഇതിലെഴുതി കാണിക്കുന്നുണ്ടേ.